ഇദ്ദേഹം സാജൻ, ഇദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. ഇദ്ദേഹം 4 വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്നിട്ട് 1.5 വർഷത്തോളം കിടപ്പിലായ ഒരു പേഷ്യൻ്റാണ്. എന്നിട്ട് അവിടുന്ന് അത്യാവശ്യം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കാലിന് കൈക്ക് ഉയർത്താൻ, സാധാരണ ഇത്രേ ഉയർത്താൻ പറ്റുള്ളായിരുന്നു, ഇപ്പോൾ ഏകദേശം മാക്സിമം ഉയർത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമായി. അതോടൊപ്പം തന്നെ നടക്കാൻ വെയിറ്റ് കൊണ്ട്, ഇപ്പോൾ കാല് സ്ട്രോക്ക് വന്ന കാലിൽ വെയിറ്റ് കൊണ്ട് നടക്കാൻ വല്ലാതെ പ്രയാസം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അത്യാവശ്യം കയറ്റമൊക്കെ കയറുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം കയറ്റം ഒരു 100 മീറ്ററോളം കയറ്റമുള്ള ഒരു റോഡുണ്ട്. ആ റോഡ് കയറി മെഡിക്കൽ ഷോപ്പിൽ പോയ ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നടക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മാനസികമായി ആൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുണ്ട്. കാരണം നടക്കാനോ ഇരിക്കാനോ കഴിയാത്തൊരവസ്ഥയിൽ ആണിവിടെ വരുന്നത്. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൈ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ശരീരമാസകലം ഉണ്ടായിരുന്ന വേദനകൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആകെ ഒരു 10 ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ വന്നിട്ട് ഇവിടെ അഡ്മിറ്റിന് വന്നിട്ട്. അതിനകത്തുള്ള റിസൾട്ടാണുള്ളത്. ഇനി 11 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ബാലൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ട്രോക്ക് പേഷ്യൻറ്റിന് ഇപ്പം നിലവിലുള്ള എത്ര സ്റ്റേജോ ആയിക്കൊള്ളട്ടെ, സ്ട്രോക്ക് പേഷ്യൻ്റ് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാൻ പാകത്തിലുള്ള പേഷ്യൻ്റാണ് എങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് 50% മുകളിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. വടി ഊന്നി നടക്കുന്ന പേഷ്യൻ്റാണെങ്കിൽ വടി ഒഴിവാക്കിക്കൊണ്ട് നടക്കാനും, അതോടൊപ്പം തന്നെ മൂവ്മെൻറ്റ് കുറഞ്ഞ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുവാനും, കൈ ചലിപ്പിക്കാത്ത പേഷ്യൻറ്റിന് കൈ നന്നായിട്ട് ചലിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥിതിവിശേഷം പ്രകൃതി ചികിത്സയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ സാജൻ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയ അനുഭവം. ഓക്കെ, താങ്ക് യു.